ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഭൗതികദേഹം പൊതുദർശനത്തിനായി നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിക്കും. സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കർദിനാൾമാരുടെ യോഗം നാളെ. ആഗ്രഹങ്ങൾ പങ്കിട്ട മാർപ്പാപ്പയുടെ മരണപത്രം. തൃശൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ ബഹിഷ്കരിച്ചു. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കൌൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ കുറുപ്പം റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ. സർവകാല റെക്കോർഡ് കടന്ന് സ്വർണം പവന് 2200 രൂപ വർദ്ധിച്ച് 74,320 രൂപയായി. 9,290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മാർപ്പാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. വിശ്വാസികൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ സൌകര്യമൊരുക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ നാളെ കർദിനാൾമാരുടെ യോഗം ചേരും. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഇതിനിടെ മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണം എന്നാണ് മരണപത്രത്തിൽ പറയുന്നത്. സഭയുടെ സ്ഥാപകനെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു. തൃശൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ ബഹിഷ്കരിച്ചു. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കൌൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. യോഗം ബഹിഷ്കരിച്ച കൌൺസിലർമാർ കോർപ്പറേഷൻ കവാടത്തിനു മുന്നിൽ സ്ഥാപിച്ച മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രണാമമർപ്പിച്ചു. കൌൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുന്നിൽ മേയർ എം.കെ. വർഗീസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പ്രണാമമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ കുറുപ്പം റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറി. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തെങ്കിലും റോഡിന് ആനുപാതികമായി കാന ഉയർത്തി നിർമ്മിക്കാത്തതാണ് കടകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. രാത്രി പെയ്ത കനത്ത മഴയിൽ കുറുപ്പം റോഡിലെ ഇരുവശത്തുമുള്ള നിരവധി കടകളിലേക്ക് വെള്ളം കയറിയത് മൂലം സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കുതിർന്ന നിലയിലാണ്. രാവിലെ വ്യാപാരികൾ കട തുറക്കാനെത്തിയപ്പോഴാണ് കടകളിൽ വെള്ളം കയറിയ വിവരം അറിയുന്നത്. നഷ്ടങ്ങൾ കണക്കാക്കി വരുന്നു. അതേസമയം നവീകരണം പൂർത്തിയാക്കിയ റോഡിന് കാനയും നടപ്പാതയും ഇല്ലാത്തതും കാൽനട യാത്രികരെയും ഇരുചക്ര വാഹന യാത്രികരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ നിർത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സർവകാല റെക്കോർഡ് കടന്ന സ്വർണം പവന് ഇന്ന് 2200 രൂപ വർദ്ധിച്ച് 74,320 രൂപയായി. ആദ്യമായി 74,000 കടന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുകയാണ്. ഗ്രാമിന് 275 രൂപയാണ് ഉയർന്നത്. 9,290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ശനിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത്. താരിഫ് തർക്കങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമാണ് സ്വർണ്ണവില കൂടാൻ കാരണം. ഒരു വർഷത്തിനിടെ 20,000-ലേറെ രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി കത്തികാട്ടി ഗുണ്ടായിസം. കടയുടമ സന്തോഷിനെ 3 യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചു. പോലീസ് ജീപ്പ് കണ്ടതോടെ യുവാക്കൾ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. പരിക്കേറ്റ സന്തോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് പൂട്ടിക്കിടന്ന വീട്ടിൽ 3 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. വെസ്റ്റ് മങ്ങാട് കിഴക്കുമുറി ചീരൻ വീട്ടിൽ 70 വയസ്സുള്ള ജെയിംസ് ആണ് മരിച്ചത്. ദിവസങ്ങളായി പാൽ, പത്രം എന്നിവ എടുക്കാതിരുന്നതോടെ പാൽക്കാരൻ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ കുത്തി തുറന്നതോടെയാണ് മുറിയിൽ നിലത്ത് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇയാൾ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മുളകുന്നത്തുകാവ് ചോറ്റുപാറ പള്ളിവാളം കുന്ന് റോഡ് പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്വകാര്യ വ്യക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റോഡ് പണി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. ഏകദേശം 35ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 1997 തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ.എം. മാണിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും അനുവദിച്ച് വശങ്ങൾ കെട്ടി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 2 കലുങ്കുകളും നിർമ്മിച്ചിരുന്നു. പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകുന്നതെന്ന് ആരോപിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 1993 കാലഘട്ടത്തിലാണ് ഈ റോഡ് ഇവിടെ തുടങ്ങുന്നത്. അത് പോസ്റ്റുണ്ട്, അതിന് പഞ്ചായത്ത് സൈഡ് വെച്ച് റോഡ് പണിതിട്ടതാണ്. അത് 92-93 പനമ്പൻ ജോസഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഈ റോഡ് പണിതത്. മുണ്ടത്തിക്കോട് കുടുംബശ്രീ CDS തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിൽ CPM നൽകിയ കേസ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി തള്ളിയതായി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ പറഞ്ഞു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ധന്യ മുരളിയെ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ച് ശാരീരികമായി ഉപദ്രവിച്ച സംഭവത്തിൽ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അജിത് കുമാറും രാധാകൃഷ്ണനും പോലീസുമായി സംസാരിക്കുകയും പരിക്കേറ്റ ധന്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരെ കേസ് വരുമെന്ന് ഭയന്ന CPM 3 കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് അജിത് കുമാറും രാധാകൃഷ്ണനും മർദ്ദിച്ചെന്നും ജാതിപേരെ വിളിച്ച് ആക്ഷേപിച്ചെന്നും കാണിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിയമങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ CPI ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് K. അജിത് കുമാർ പ്രതികരിച്ചു. പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞതിന് ശേഷം പോലീസ് എത്തിയതിനു ശേഷമാണ് മുണ്ടത്തിക്കോട് സോണൽ ഓഫീസിലെത്തിയത്. അവിടെ വന്നപ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരെ CDS ഓഫീസിൽ കയറിയപ്പോൾ ഈ കുട്ടിയുടെ കൈ പിടിച്ച് തിരിക്കുന്ന രംഗമാണ് കണ്ടത്. ഉടൻ തന്നെ CDS ഓഫീസിൽ കയറി ആ കുട്ടിയെ പിടിച്ചിറക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അന്നത്തെ CPM ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഞാൻ അവിടെ ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പട്ടികജാതിക്കാരായ ആളുകളെയും സ്ത്രീകളെയും മർദ്ദിച്ചുവെന്നും ജാതിപ്പേര് വിളിച്ചുവെന്നും ആക്ഷേപിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് 343/2018 കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ പട്ടികജാതി സെക്ഷൻ എടുത്തുകൊണ്ടാണ് SC/ST കാരായ ആളുകളെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് എടുത്തത്. 8 വർഷമായ കേസ് നടക്കുന്നു. പല ഘട്ടത്തിലും CPM ഞാനിങ്ങനെ പട്ടികജാതിക്കാരെ പീഡിപ്പിക്കുന്ന ആളാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിരയോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബലരാമ ജയന്തി ആഘോഷത്തിന് തുടക്കമായി. കേരളീയ വേഷമണിഞ്ഞ് 300ഓളം വനിതകളാണ് തിരുവാതിരയിൽ അണിനിരന്നത്. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരയ്ക്ക് നേതൃത്വം നൽകിയ സുനിൽ ഒരുമനിയൂരിനെ ആദരിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, SV ഷാജി, K. സേതുമാധവൻ, TK സുധീർ, ബാബു വീട്ടിലായിൽ, KA ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 30-നാണ് അക്ഷയ തൃതീയ ദിനമായ ബലരാമ ജയന്തി. ക്ഷേത്രത്തിൽ വിശേഷാൽ ചുറ്റുവിളക്ക്, എഴുന്നള്ളിപ്പ്, പിറന്നാൾ സദ്യ, ദേവസഹോദര സംഗമം, കലാപരിപാടികൾ, ആൽത്തറ മേളം, ദേശക്കാരുടെ തിരുമുൽക്കാഴ്ച സമർപ്പണം എന്നിവയുണ്ടാകും. കലാമണ്ഡലം ഗോപി ആശാന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി അധ്യാപകനും എഴുത്തുകാരനുമായ ശശി കളരിയൽ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിക്ക് സാഫല്യം പുരസ്കാരം ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേരള പഞ്ചായത്ത് വാർത്തകൾ നൽകുന്ന മികച്ച ഡോക്യുമെന്ററിക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരമാണ് ഇത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ പുരസ്കാരം സമ്മാനിച്ചു.
SNDP യോഗം കൊടകര യൂണിയന് കീഴിലെ 3471 നമ്പർ ഒമ്പതുങ്ങൽ ശാഖയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി കെയർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുരേഷ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. രവി ചെമ്പകശ്ശേരി, ഷീല വിപിനചന്ദ്രൻ, യോഗം ഡയറക്ടർ NB മോഹനൻ, ശാഖാ സെക്രട്ടറി വിശ്വനാഥൻ കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൂർ പോസ്റ്റ് ഓഫീസിൽ 41 വർഷം തുടർച്ചയായി GDS പോസ്റ്റ്മാനായി വിരമിച്ച ബാലകൃഷ്ണന് പോസ്റ്റൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പോസ്റ്റ് മാസ്റ്റർ P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ ഇൻസ്പെക്ടർ PS രമേശ് അധ്യക്ഷനായി. മെയിൽ ഓവർസിയർ ജയൻലാൽ, പോസ്റ്റ്മാൻ N. ധന്യ, അംബുജാക്ഷൻ, ശ്രീകുമാർ, മഹിമ, നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം കൊടകര ഏരിയ വേനൽ തുമ്പി പരിശീലന ക്യാമ്പിന് കൊപ്രാക്കളത്ത് തുടക്കമായി. ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ നവമി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, PN വിഷ്ണു, സുബ്രൻ തരശില, TK പത്മനാഭൻ, ആവണീത് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അമലാനഗർ രാമൻചിറ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശം ആരംഭിച്ചു. പുതിയ ഉപദേവതയായ ദേവി പ്രതിഷ്ഠയും ഇതോടൊപ്പം നടന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് സജി താഴത്ത്, സെക്രട്ടറി KK മോഹൻകുമാർ, ഗജാൻജി ഷിനോജ്, പുനർനിർമ്മാണ കമ്മിറ്റി മെമ്പർമാരായ KK രവീന്ദ്രൻ, CR രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സാന്ത്വനം സാരഥി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സാരഥി മുൻ സംസ്ഥാന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത്, സിസ്റ്റർ വിനയ വിൽസൺ കണ്ണത്താൻ, സുനിൽ ചള്ളിയിൽ, സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ ക്രിസ്, സിസ്റ്റർ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് M കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ KM മാണി കർഷക സമൃദ്ധി പദ്ധതി പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. യുവ കർഷകൻ ബജീഷിന്റെ നേതൃത്വത്തിലാണ് 2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ നിർവഹിച്ചു. KB ബജീഷ് അധ്യക്ഷനായി. സാംസൺ ചിരിയങ്കണ്ടത്ത്, ജോഷുവ, രാജു, VK സുമൻ എന്നിവർ സംസാരിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം എങ്ങനെ ചെയ്യണമെന്ന വിഷയത്തെക്കുറിച്ച് OS സതീഷ് കുമാർ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഭഗനി മണ്ഡൽ ട്രഷറർ വത്സ തച്ചമ്പള്ളി, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു കവുങ്ങംപള്ളി, രാജൻ കവുങ്ങംപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ചികിത്സാ സഹായം തേടുന്നു. തെക്കുംകര പഞ്ചായത്ത് പുന്നമ്പറമ്പ് വയലാലെ വീട്ടിൽ ഗോപി പ്രവീണ ദമ്പതികളുടെ ഏകമകൾ ദൈവികയാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. കുഞ്ഞ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വേണ്ടിവരും. ഇത്രയും ഭീമമായ തുക സ്വരൂപിക്കാൻ ഓട്ടോ ഡ്രൈവറായ ഗോപിയുടെ കുടുംബത്തിന് മാത്രമായി കഴിയില്ല. ദേവികയുടെ ചികിത്സാ സംബന്ധമായ പണം കണ്ടെത്തുന്നതിന് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദേവിക ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക. അക്കൗണ്ട് നമ്പർ 401101057865 കേരള ഗ്രാമീൺ ബാങ്ക് മണലിത്തറ ശാഖ. TCV ന്യൂസ് വടക്കാഞ്ചേരി. പബ്ലിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ചേർന്ന സീനിയർ എഡിറ്റേഴ്സ് ഫോറം കുന്നംകുളം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചതായി ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. സിനി ആർട്ടിസ്റ്റ് രഞ്ജി പണിക്കർ എഡിറ്റേഴ്സ് ഫോറത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. കണിപ്പയർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. ഗിരീഷ് കുമാർ, ബിജുപാൽ, ജയപ്രകാശ് ഇലവന്തറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
വെള്ളിക്കുളങ്ങര മോനോടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ നവീകരണ കലശം പുനഃപ്രതിഷ്ഠയും ഈ മാസം 23 മുതൽ അടുത്ത മാസം 3 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 30 രാവിലെ 7:10 9 മധ്യേ ദേവപ്രതിഷ്ഠ, മെയ് 3 കാഴ്ചശീവേലി, എഴുന്നള്ളിപ്പ്, പ്രസാദഊട്ട് എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ബാലൻ നന്ദിപ്പുലത്ത്, സെക്രട്ടറി നാരായണൻകുട്ടി എരേടത്ത്, ട്രഷറർ ശിവൻ പോട്ടേക്കാരൻ, കൺവീനർ സോമൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം കായലോരത്ത് 64ാമത് പുഴ നിലാവ് ആഘോഷിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, നഗരസഭാ വൈസ് ചെയർമാൻ BS ദിനൽ, KS കൈസാവ്, ES സാബു, സുനിൽ P മേനോൻ, ഷാജി വടക്കൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തെന്നിപ്പോയിട്ടുണ്ടാകും. പക്ഷെ ഇതെല്ലാം കാണാനും കേൾക്കാനും വേണ്ടി ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഈ സൃഷ്ടിയുടെ പുറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ദൈവം തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ആവലാതികളെയും സ്വപ്നങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് നഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നഷ്ടബോധങ്ങളിൽ നിന്നും നമുക്കൊരു തിരിച്ചു വരവ് ഉണ്ടാകും. അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സുഖങ്ങൾ മാത്രമുള്ളവരാകണമെന്നില്ല. ജീവിതം സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണ്. ഒരു പകലിനൊരു അസ്തമയമുണ്ടെന്ന് പറയുന്നത് പോലെ, ഒരു ഇരുട്ടിനൊരു പകലുണ്ടെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും കൂടി ചേരുന്നതാണ് ജീവിതം. കോടാലി മുരുക്കങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ടോണി പാറേക്കാടൻ സഹകാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഫിലിപ്പ് കൊച്ചേക്കാടൻ, ജോയ് പെരേപ്പാടൻ, ജോയ് ആമ്പക്കാടൻ, കൺവീനർ സാജൻ മുല്ലക്കുന്നേൽ, ജോയിന്റ് കൺവീനർ ജെയിംസ് മൂലൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30 മെയ് 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. തൃശൂരിലെ മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ MG റോഡിലെ പാറയിൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ നടക്കുന്ന 2 മണിക്കൂർ ദൈർഘ്യമുള്ള സൌജന്യ സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി മനുഷ്യരിലെ ക്രിയാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ 7:30 വരെ നടക്കുന്ന ഈ പരിപാടിയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ കേരളത്തിലെ ലീഡർഷിപ്പ് കോച്ചും കമ്മ്യൂണിക്കേഷൻ ട്രെയിനറുമായ സാൻഡോ C സൈമൺ, ബാസ്റ്റ്യൻ ടൂസ്, ഷാർജ ഷൈൻ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് വിശ്വപ്രകാശ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും വിഷു ഈദ് ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. ക്രൈം ബ്രാഞ്ച് DYSP PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കൂറ്റ് അധ്യക്ഷനായി. വാർഡംഗം ജയന്തി മനോജ്, രക്ഷാധികാരി TG സച്ചിത്ത്, സെക്രട്ടറി സുശീലൻ തറയിൽ, ട്രഷറർ KS ബാബുമോൻ, കോർഡിനേറ്റർ CK ഗോപി, ദിനകരൻ, സദാനന്ദൻ, വലിയപറമ്പിൽ അനു, ബാലു പുന്നക്കൽ എന്നിവർ പങ്കെടുത്തു. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വലിയൊരു കൂട്ടം ഇവിടെ കാണാനുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന്. നിങ്ങൾ TV കാണുന്നവരാണ്, നിങ്ങൾ വാർത്തകൾ കാണുന്നവരാണ്, നിങ്ങളുടെ മൊബൈലുകളിലെ ഓൺലൈൻ ചാനലുകളിൽ വാർത്തകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കൽപ്പകശ്ശേരി വേണു മൂസദ് ആചാര്യനും മുല്ലങ്ങോട് സത്യൻ നമ്പൂതിരി, സജിത ഗംഗാധരൻ എന്നിവർ സഹ ആചാര്യന്മാരുമായിട്ടുള്ള സപ്താഹ യജ്ഞം ഈ മാസം 27 പ്രസാദ വിതരണത്തോടെ സമാപിക്കും. എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് അവര്. ഒരാൾ കഥ പറയും, ബാക്കിയുള്ളവർ കഥ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 നടക്കും. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സംസ്കാരം നടക്കുക. റോമിലെ ബസിലിക്ക ഓഫ് സെന്റ് മേരി മേജറിൽ കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,292 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഭൗതികദേഹം പൊതുദർശനത്തിനായി നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കർദിനാൾമാരുടെ യോഗം നടന്നു. ആഗ്രഹങ്ങൾ പങ്കിട്ട മാർപ്പാപ്പയുടെ മരണപത്രം. തൃശൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം കോൺഗ്രസ് BJP കൌൺസിലർമാർ ബഹിഷ്കരിച്ചു. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കൌൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ കുറുപ്പം റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ. സർവകാല റെക്കോർഡ് കടന്ന സ്വർണം പവന് 2200 രൂപ വർദ്ധിച്ച് 74,320 രൂപയായി. 9290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.